Hand embroidery basic tutorial അഞ്ചാമത്തെ സെക്ഷൻ ആണ് ഇന്ന്. അപ്പോൾ ഇതിനു മുമ്പ് 4 സെക്ഷൻസിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. എല്ലാത്തിലും ഞാൻ ബേസിക് ആയിട്ടുള്ള തിങ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടിപ്സും നീറ്റായിട്ട് വരാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫുൾ ലെങ്ത് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ കാണിച്ച എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് നമ്മൾ തയ്ക്കാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ കാണിച്ചിരിക്കുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 11 സ്റ്റിച്ചസ് ആണ്. മൂന്നാമത്തെ സെക്ഷനിൽ അതുപോലെ തന്നെ ഒരു 5 സ്റ്റിച്ചസും കൂടെ കാണിച്ചിട്ടുണ്ട്. നാലാമത്തെ സെക്ഷനിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 നോട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഇന്നത്തെയും കൂടെ കൂടിയിട്ട് നമ്മൾ ടോട്ടൽ 25 സ്റ്റിച്ചസ് പഠിച്ചു കഴിയും. അപ്പോൾ ഇന്നത്തെ 5 സ്റ്റിച്ചസ് നമുക്ക് ഓരോന്നെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ക്രോസ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ക്രോസ് സ്റ്റിച്ച് ഡിസൈൻസ് ചെയ്യാൻ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻകർചീഫിൻ്റെ അരികടിക്കാൻ, സാരിയുടെ അരികടിക്കാൻ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിങ്ങനെ ക്രോസ് ആയിട്ട് വരണം. ഇപ്പം നമുക്കൊരു ക്രോസ് കിട്ടി. ഇനി അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അടുത്ത ക്രോസ് പോകാം. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ക്രോസ് തയ്ക്കാം. അതെല്ലാം നമുക്ക് വേണ്ട അകത്തി തയ്ക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്രോസ് വെറുതെ ക്രോസ് ആയിട്ട് അങ്ങനെയും തയ്ക്കാം. അപ്പം ഞാനിവിടെ അടുപ്പിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ സെയിം ഹോളിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അടുത്തത് എടുക്കുമ്പോൾ ഈ സെയിം ഹോളിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇതിപ്പോൾ നമ്മൾ ടവലിൻ്റെയൊക്കെ സൈഡിൽ ബോർഡറായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 സ്ട്രാൻഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് മതി. അതിൽ കൂടുതൽ വേണ്ട, ഒത്തിരി തടിച്ചിരിക്കും. നമ്മൾ ഹാങ്കർചീഫ് യൂസ് ചെയ്യുന്ന തുടയ്ക്കാനൊക്കെ ആണല്ലോ. അപ്പോൾ ഒത്തിരി അങ്ങ് തടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. മുഖത്ത് തുടയ്ക്കുമ്പോഴോ കൈ തുടയ്ക്കുമ്പോഴോ അതിങ്ങനെ ഒരയും. അപ്പോൾ ഒത്തിരി തടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. 2 or 3 സ്ട്രാൻഡ്സ് മതി. ഇപ്പം നമ്മുടെ സാരിയുടെ മുന്താണിയുടെയൊക്കെ അരിക് നമ്മൾ തയ്ക്കാൻ മെഷീനിലാണല്ലോ തയ്ക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ഇതുവരെ ക്രോസ് സ്റ്റിച്ച് തയ്ക്കാം. പക്ഷെ അത് ഉരുട്ടിയെടുത്തിട്ട് വേണം. നമ്മൾ ബോർഡർ തയ്ക്കുമ്പം നമ്മൾ വെള്ളം തൊട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വേണം ഇതുവരെ ക്രോസ് തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രോസ് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ടൂലിപ്പ് സ്റ്റിച്ചാണ് കാണുന്നത്. അത് തയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം മേളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മേളത്തെ ലൈനിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് തയ്ക്കണ പോലെ തയ്ക്കുക. സെയിം ഇതിൽ താത്തുക. നമുക്ക് എവിടം വരെയാണ് വേണ്ടത്, ഏത് ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ. നമ്മൾ ആ വരയുടെ തൊട്ട് മേളിലാണ് ഞാൻ കുത്തിയെടുത്തേക്കുന്നത്. എന്നിട്ട് ആ വരയിലോട്ട് ഞാൻ താത്തി. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പെറ്റൽസ് പോലെ തയ്ക്കാൻ, ട്യൂലിപ്പ് ഫ്ലവറിനെ പോലെ ആക്കാനായിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് എന്തോരം അകൽച്ച, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കുത്താം, ഇവിടെ അടുത്ത് വേണമെങ്കിൽ കുത്താം. അതിപ്പോൾ ഓരോ ഇതുപോലെ നമ്മൾ ഇപ്പോൾ സൈഡിൽ ഇവിടെ കുത്തിയെടുത്തു. എന്നിട്ട് ഈ സെയിം ഇവിടെ എന്തോരം ഡിസ്റ്റൻസ് ഗ്യാപ്പിലാണ് കുത്തിയെടുത്തതെന്ന് വെച്ചാൽ അത്രയും ഗ്യാപ്പിൽ തന്നെ ഇവിടെയും കുത്തിയെടുക്കണം. അപ്പോൾ ആദ്യം താഴത്തേക്കൂടെ പോയിട്ട് ത്രെഡ് വലിച്ചിട്ട് ഈ സൈഡിലും ഇത്രയും ഗ്യാപ്പിൽ തന്നെ ഇവിടെയും കുത്താത്തുക. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു പൂവാണ്, ട്യൂലിപ്പ് ഫ്ലവർ പോലെയായി. ഇനിയിപ്പോൾ താഴെ പച്ച കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന ഈ ഒരു പോർഷൻ, ഈ തയ്ക്കുന്ന പോർഷൻ നിങ്ങൾക്ക് വേറെ കളർ ത്രെഡ് എടുത്തിട്ട്, ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് തയ്ക്കണമെങ്കിൽ തയ്ക്കാം. അതല്ല സെയിം കളർ മതി എന്ന് വെച്ചാൽ സെയിം കളറാണെങ്കിലും തയ്ക്കാം. ഇതാണ് ടൂലിപ്പ് സ്റ്റിച്ച്.
അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് തയ്ക്കാം, ബോർഡറായിട്ട് തയ്ക്കാം. അതല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോന്ന് സ്കാറ്റർ ചെയ്തായാലും നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം കൂടെ ചെയ്യാണ്. ഇത് നമ്മളൊരു ലൂപ്പ് ഫോം ചെയ്യും. ലൂപ്പ് ഫോം ചെയ്തിട്ട് അത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി എടുക്കണം. എന്നിട്ട് നമ്മൾ ഒത്തിരി നീളം വേണ്ട, തൊട്ടടുത്ത് തന്നെ നമ്മൾ താത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോരം ഡിസ്റ്റൻസിലാണ് ഈ കർവ് വരേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ എടുത്ത് പൊക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. എന്നിട്ട് അപ്പുറത്തും ആ സെയിം ഡിസ്റ്റൻസ് നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഇതൊക്കെ ബോർഡറിൽ തയ്ക്കാൻ നല്ലതാണ്, സ്കാറ്റർ ചെയ്ത് തയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ നമ്മൾ വല്ല ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ഗ്രാസൊക്കെ തയ്ക്കുവാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പൂക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണണം എന്ന് വെച്ചാൽ ബഡ്സ് ആയിട്ട് ഇരിക്കുന്ന തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. ട്യൂലിപ്പ് സ്റ്റിച്ച് എപ്പോഴും 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും ഭംഗി. കുറച്ചും കൂടെ എടുത്ത് നിൽക്കാനായിട്ട് 6 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കണു. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് വെക്കുന്ന ആ പോർഷൻ ഒത്തിരി ലെങ്ത്തിലെടുക്കണ്ട, കുറച്ച് ലെങ്ത്ത് മതി. ഒത്തിരി ലെങ്ത്തിലെടുത്താൽ അധികം ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു വട്ടം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു വട്ടം സ്ട്രെയിറ്റുവാണ്. ഈ എടുത്തേക്കുന്ന ഒന്നിന് പകരം 2 നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണം, അല്ലെങ്കിൽ അടിയിൽ കൂടെ എടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അടുത്തത് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ലേസി ഡെയ്സിയാണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് ഫ്ലവേഴ്സ് തയ്ക്കാനൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്ത ആ സെയിം ഹോളിൽ കൂടെ ആദ്യം കുത്തിയെടുത്ത ആ സെയിം സ്ഥലത്തേക്കൂടെ തന്നെ എടുത്തിട്ട് നമുക്ക് എന്തോരം ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പൊക്കുക. നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പോവുക എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഒത്തിരി നീട്ടി ഇത് താത്തരുത്, തൊട്ടടുത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒത്തിരി ആ ത്രെഡിന് ഒത്തിരി നീളം അങ്ങ് കൂടിപ്പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമുക്ക് സാരിയിലൊക്കെ തയ്ക്കുവാണെങ്കിൽ 2-3 സ്ട്രാൻഡ്സ് മുതൽ തയ്ച്ച് തുടങ്ങാം അങ്ങോട്ട്. പിന്നെ 6 സ്ട്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റിലൊക്കെ തയ്ക്കുവാണെങ്കിൽ 6 സ്ട്രാൻഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല. സാരിയിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. ഒത്തിരി തടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് ഉപയോഗിക്കാം. എന്നാലും സാരിയിലൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ് 2-3 സ്ട്രാൻഡ്സാണ്. ചുരിദാറിൽ നെക്ക് പോർഷനിലൊക്കെ തയ്ക്കുമ്പം കുഞ്ഞ് ഡിസൈനാണ്, തടിച്ച് നിൽക്കണം എന്നുള്ളപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി തയ്ക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണത്. അടുത്തത് നമ്മൾ ഫിഷ് ബോൺ ആണ് തയ്ക്കുന്നത്. അത് നമ്മൾ ലീഫ് തയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും ലീഫിന് നമ്മൾ നടുക്കൊരു പാർട്ടീഷൻ കൊടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാവും. ആദ്യം കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ താത്തുക. ഇത് ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ 6 സ്ട്രാൻഡ്സ് ഉപയോഗിച്ച് ലീഫ് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ വരും. അത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് നമുക്ക് ആ ഡിസൈനിൻ്റെ ഇതുപോലെ തന്നെ സൈഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം താത്തിയതിൻ്റെ തൊട്ട് താഴെ തന്നെ, ആ സെയിം ഹോളിൽ വെക്കരുത്, തൊട്ട് താഴെ തന്നെ നമ്മൾ കുറച്ച് താഴെ തന്നെ താത്തുക. അത് കഴിഞ്ഞിട്ട് സെയിം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുവരെ തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പം താത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് താത്തുക. തൊട്ട് താഴെ അല്ലെങ്കിൽ ആ സെയിം ഹോളിലായാലും കുഴപ്പമില്ല. ഇനി ഓപ്പോസിറ്റ് സൈഡ് അവിടെ നിന്ന് ആദ്യം തയ്ച്ചതിൻ്റെ തൊട്ട് താഴെ നിന്ന് എടുക്കുക. ഡിസൈൻ്റെ ഷേപ്പിൽ എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കുക.
എന്നിട്ട് ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞതിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചധികം ഡിസ്റ്റൻസ് പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡിസ്റ്റൻസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ അത്ര ഭംഗി വരത്തില്ല. തൊട്ട് അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ ലീഫ് വരും. നടുക്കൊരു പാർട്ടീഷനൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു ലീഫിൻ്റെ നടുക്ക് പാർട്ടീഷനൊക്കെ വന്ന് ഇരിക്കണ വരെ ഇരിക്കും. നമ്മൾ സാരിയിലോ ചുരിദാറിലൊക്കെ തയ്ക്കുവാണെങ്കിൽ ആ ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ബീഡ്സോ സീക്വൻസോ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ ട്യൂബ്സൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ് ലുക്ക് ഫീൽ ചെയ്യിക്കാൻ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഈ ഓരോ ലീവ്സിൻ്റെ ഇടയിൽ കൂടെ ഈ പാർട്ടീഷൻ്റെ ഇടയിൽ കൂടെ വെച്ചാൽ മതി. ഇതിപ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ ആണെങ്കിലും സാറ്റിൻ സ്റ്റിച്ചൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ലീഫ് തയ്ക്കുമ്പോൾ ഫിഷ് ബോൺ തയ്ക്കുവാണെങ്കിലും നമ്മൾ 6 strands യൂസ് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത്. ബെഡ്ഷീറ്റ്, ടേബിൾ ക്ലോത്ത് അങ്ങനെയുള്ളതിലൊക്കെ ഇങ്ങനെ എടുത്ത് നിന്നോളും, പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളും. അങ്ങനെ നമ്മൾ ലീഫിൻ്റെ ഒരു ലീഫ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. അടുത്തത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് കാണുന്നത്. സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പെറ്റലല്ലേ, പെറ്റലിൻ്റെ എപ്പോഴും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തയ്ച്ച് പോവുക. അപ്പം നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ പെറ്റലിൻ്റെ സെൻറ്റർ ഇവിടം വരെ ഞാൻ താത്തുന്നു. സെൻറ്ററിലാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 6 strands യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. ഇനി അടുത്തത് ഏതെങ്കിലും സൈഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സൈഡോ അപ്പുറത്തെ സൈഡോ ഏത് സൈഡിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡിസൈൻ എവിടെയാണെന്ന് വെച്ചത് ഇപ്പോൾ ആദ്യത്തെ സെൻറ്ററിൽ എപ്പോഴും മുഴുത്തതായിരിക്കും, പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ കുഞ്ഞിതായിട്ടാണ് വരുന്നത്. 6 strands യൂസ് ചെയ്ത് തയ്ക്കുമ്പോൾ പെട്ടെന്ന് പെറ്റൽസ് എല്ലാം പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും, തയ്ച്ച് പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് ഇത് തയ്ക്കുമ്പോഴും 2 strands മുതൽ ഇഷ്ടമുള്ളത്, ഇപ്പം അധികം എംപോസ് ചെയ്തിരിക്കണ്ട എന്നുണ്ടെങ്കിൽ 2 strands ആയാലും മതി. അപ്പോൾ നമ്മൾ അതുവരെ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പെറ്റൽ തയ്ക്കാം. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ തയ്ക്കുന്ന ഹാർട്ട് ഷേപ്പ് പെറ്റൽ വല്ലതും ആണെങ്കിൽ ആദ്യം തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ലെങ്ത്ത് കുറവായിരിക്കും, സെൻറ്റർ പോർഷനിൽ ഹാർട്ട് ആയതുകൊണ്ട്. ബാക്കി 2 സൈഡിലോട്ട് ലെങ്ത്ത് കൂടി വരും. അപ്പോൾ അതനുസരിച്ച് തയ്ക്കുക. ഡിസൈൻ എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തയ്ക്കുക. ഇപ്പോൾ കുഞ്ഞു പെറ്റലൊക്കെ ആണെങ്കിൽ 6 strands യൂസ് ചെയ്യേണ്ട കാര്യമില്ല, 2 or 3 strands തന്നെ മതി. അപ്പോൾ നമ്മൾ ഇന്ന് 5 സ്റ്റിച്ചസ് കണ്ടു. എല്ലാവർക്കും അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ വരെ ബാക്കി ആദ്യത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ട് സ്റ്റിച്ചസ് എല്ലാം പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് ട്യൂട്ടോറിയൽ സീരീസ് 1ൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അടുത്ത സീരീസ് ഉടനെ തന്നെ തുടങ്ങും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.